അമീറിലെ രാജാവ് ഭാർമൽ അങ്ങയെ കാണാനായി കാത്തു നിൽക്കുന്നു. ഇയാൾക്കുള്ള ശിക്ഷ മരണം മാത്രമാണ്. ഇയാളുടെ ശിരസ് ഛേദിച്ച് മുഗൾ വംശത്തിന് എത്തിച്ചു കൊടുക്കുക. കാര്യമെന്താണ്? അമീർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം സുബൈദാർ പ്രയാസമേറിയ നിബന്ധനകൾ വച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ കടത്തിവിട്ടാലും? അങ്ങനെയാവട്ടെ. ആഗ്രയുടെ സുൽത്താന് അമീറിലെ രാജാവിന്റെ പ്രണാമം. സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ നമുക്ക് കൂടുതൽ സന്തോഷമാകുമായിരുന്നു അഥവാ അങ്ങ് നമ്മെ ഹിന്ദുസ്ഥാനി ഭാഷയിലൂടെ അഭിസംബോധന ചെയ്തേക്കും. ചുപ്തായ് ഖാൻ പറഞ്ഞു അങ്ങേക്കെന്തോ പ്രധാന കാര്യം സംസാരിക്കാനുണ്ടെന്ന്. അതെ, സന്ധി സംഭാഷണം ഒരിക്കൽ നടത്തിക്കഴിഞ്ഞതാണ്. എന്നാൽ ഒരു മാറ്റവും വന്നില്ല. എന്റെ മകൻ ജഗന്നാഥന്റെയും നമ്മുടെ ഖങ്കാർ സിംഗിന്റെയും രാജ് സിംഗിന്റെയും ജീവനെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഷറഫുദ്ദീൻ നമുക്ക് പ്രയാസമേറെ കരഞ്ഞുമുത്തുകയാണ്. അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? നാം ആഗ്രഹിക്കുന്നത് അവരെ... അക്കാര്യം പിന്നീട് സംസാരിക്കാം. ജലാൽ അങ്ങോട് ചോദിച്ചത് ഇതാണ്. അങ്ങ് ഒരുപാട് ദൂരെ നിന്ന് വരികയല്ലേ? അപ്പോൾ എന്താണ് അങ്ങക്ക് ആവശ്യമുള്ളത്? എന്തെങ്കിലും പഴച്ചാറോ അല്ലെങ്കിൽ പലഹാരങ്ങളോ? അങ്ങ് ആദരവോടെ ചോദിച്ചു, അതിനാൽ നാം സ്വീകരിച്ചു എന്ന് കരുതിക്കൊള്ളൂ. യുദ്ധത്തിൽ വിജയിക്കുന്നവർക്ക് അധികാരമുണ്ട്. അവർക്ക് ധനം കരമായി ചുമത്തുകയും ചെയ്യാം. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു അതിർവരമ്പുണ്ട്. നാം നിങ്ങളുടെ എല്ലാ നിബന്ധനകളും സ്വീകരിക്കുമ്പോൾ പകരമായി നമ്മുടെ മക്കളെയും സൈനികരെയും തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. ലളിതമായ കാര്യമാണ് രാജൻ. അമീറിന്റെ സിംഹാസനം അങ്ങയുടേതായിരുന്നപ്പോൾ അമീറിലും അവിടുത്തെ ജനങ്ങളിലും അവിടുത്തെ ഓരോ വസ്തുവിലും അങ്ങയ്ക്ക് അധികാരമുണ്ടായിരുന്നു. എന്നാൽ എപ്പോൾ നാം അമീറിൽ വിജയിച്ചുവോ അപ്പോൾ എല്ലാം തന്നെ നമ്മുടേതായി മാറുമോ ഇല്ലയോ? ഒരു ചെറിയ യുദ്ധം ജയിച്ചു എന്ന് വെച്ച് ഇങ്ങനെ അർത്ഥമാക്കുന്നില്ല. അമീർ അധീനതയിലായെന്ന്. എന്നാ ശരി, അങ്ങ് പറഞ്ഞതുപോലെ നടത്താം. അമീർ പൂർണ്ണമായും അധീനതയിലാക്കാം. അങ്ങക്ക് എതിർപ്പൊന്നും ഉണ്ടാകില്ലല്ലോ? ശൂരവീരന്മാർ യുദ്ധത്തെ ഭയപ്പെടുകയില്ല, മരണത്തെയും ഭയപ്പെടുകയില്ല. എന്നാൽ നാം ആഗ്രഹിക്കുന്നില്ല നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുത്തണമെന്ന്. അങ്ങിത് ആഗ്രഹിക്കുന്നില്ല അമീറിന് വേണ്ടി ആരുടെയും ജീവൻ നഷ്ടപ്പെടരുതെന്ന്. പിന്നെ ഇതും ആഗ്രഹിക്കുന്നില്ല ഒരു ഒറ്റ പോരാട്ടത്തിലൂടെ അമീറിന് വിജയിക്കണമെന്നോ? പിന്നെ എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? പറഞ്ഞാലും. അത് മൂന്നാമതൊരു മാർഗം. മൂന്നാമത് ഒരു മാർഗവും ഇല്ല രാജൻ. ഇവിടെ അങ്ങയുടെ തോൽവിയാണ് മുഗളന്മാരുടെ വിജയം. പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം പ്രഭു. ഈ ഭൃത്യൻ മൂന്നാമതൊരു മാർഗത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മാർഗമുണ്ട് പ്രഭു. അതിലൂടെ അമീറിന്റെ നിലനിൽപ്പും സാധ്യമാകും, മുഗൾ വംശത്തിന്റെ വിജയവും. പറഞ്ഞാലും. അഥവാ നിങ്ങൾക്കിടയിൽ ഒരു ബന്ധമുണ്ടായാലോ പ്രഭു? എങ്കിലെല്ലാം ശരിയാവുന്നതാണ്. എന്ന് വെച്ചാൽ? അതിനർത്ഥം ഇതാണ് രാജൻ, ജ്യോതിയുടെ നിക്കാഹ്
ഷഹൻഷായുമായി നടന്നാലോ? മതി. മതിയാക്കൂ ചുത്വായ് ഖാൻ. ഇത് പറയാൻ അങ്ങക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? അങ്ങ് ഞാൻ പറയുന്നത് മതി. ഇനി ഒന്നും സംസാരിക്കണ്ട. അപമര്യാദയായി പെരുമാറുന്നത് നിങ്ങൾ മുഗളന്മാരുടെ ശീലമാണല്ലേ? ആദ്യം ഷറഫുദ്ദീൻ ശത്രുതയുടെ മര്യാദ ലംഘിച്ചു. ഇപ്പോൾ അങ്ങ് മിത്രതയുടെ മര്യാദ ഇല്ലാതാക്കുകയാണ്. നമുക്കും മുഗളന്മാർക്കും ഇടയിൽ യാതൊരു ബന്ധവും ഉണ്ടാകില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ് രാജൻ. അങ്ങനെ ഒരു ബന്ധമുണ്ടാകേണ്ട ആവശ്യം എന്താണ്? എപ്പോൾ അമീർ നമ്മുടേതായോ അപ്പോൾ മുതൽ അമീറിലെ ഓരോ വസ്തുവും നമ്മുടേതാണ്. അതിനി അവിടുത്തെ ദാസിയായാലും അവിടുത്തെ രാജകുമാരിയായാലും നാം ആരാഗ്രഹിച്ചാലും നമ്മുടെ അന്തഃപുരത്തിൽ എത്തിക്കാൻ സാധിക്കും. പ്രഭു, അഥവാ അങ്ങയ്ക്ക് സമ്മതമാണെങ്കിൽ നാം ഭാർമലിനോട് തനിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സമ്മതമാണ് ചുപ്തായ് ഖാൻ. അതായത് ഇദ്ദേഹം നമ്മുടെ സേവകരുമായി സംസാരിക്കുന്നതാകും കൂടുതൽ ഉചിതം. കാരണം ബാദ്ഷായ്ക്ക് ബാദ്ഷായോടല്ലേ സംസാരിക്കാൻ സാധിക്കൂ. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഇക്കാര്യം മനസ്സിലായിട്ടുണ്ടാകും, ഇദ്ദേഹം ഇപ്പോൾ ഒരു രാജാവല്ലെന്ന്. അങ്ങയുടെ പക്കൽ മറ്റൊരു മാർഗവും അവശേഷിക്കുന്നില്ല. ഒന്നുകിൽ അങ്ങ് മുഗളന്മാരുമായി വീണ്ടും യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അവർ പറയുന്ന നിബന്ധനകൾക്ക് വഴങ്ങി കപ്പം കൊടുക്കുക. ആദ്യത്തെ മാർഗത്തിൽ അമീർ പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകും. രണ്ടാമത്തെ മാർഗത്തിൽ പതിയെ പതിയെ അമീറിന്റെ തകർച്ച സുനിശ്ചിതമാണ്. അതിൽ നിന്നും അങ്ങയെ രക്ഷിക്കാനാണ് മാർഗം കണ്ടെത്തിയത്. അത് മരണത്തെക്കാൾ മോശമായ കാര്യമാണ് ചുത്തായ് ഖാൻ. ഞങ്ങൾ ഞങ്ങളുടെ മകളെ മുഗളന്മാർക്ക് നൽകുകയോ? ഇല്ല. അമീർ തകർന്നു പോകുന്നെങ്കിൽ തകരട്ടെ. നാം അവരുടെ ഒരു നിബന്ധനയും മാനിക്കില്ല. മുഴുവൻ രജപുത്രരുടെയും മുന്നിൽ നമുക്ക് കണ്ണുകളടച്ച് സഞ്ചരിക്കാനാവില്ല. കണ്ണുകൾ അടയ്ക്കുന്നത് നിസ്സഹായരായ ആളുകളാണ്. അഥവാ ഹിന്ദുസ്ഥാനിലെ ഷഹൻഷാ അങ്ങയുടെ ജാമാതാവായാലോ പിന്നെ അങ്ങോട്ട് ആരാണ് അങ്ങയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുക? ആരും തന്നെ ഇല്ല. പിന്നെ അമീർ ഇനിയും അധികം പ്രൗഢിയിലേക്കെത്തും, കൂടുതൽ ശക്തമായി തീരും. പിന്നെ ജോധയുടെ കാര്യമാണെങ്കിൽ, ജോധ എന്ന രാജകുമാരി രജപുത്ര വംശത്തിലെ ഒരു ചെറിയ രാജ്യത്തെ രാജകുമാരി എവിടെയെത്തും? മുഗൾ വംശത്തിന്റെ റാണിയായി മാറും. പക്ഷേ നാം നമ്മുടെ ചരിത്രത്തിന് എന്തുത്തരം നൽകും? നാം സ്വയം രക്ഷപ്പെടാനായി നമ്മുടെ മകളെ മുഗളന്മാരോടൊപ്പം പറഞ്ഞയച്ചെന്നോ? എന്നാൽ ഒരേ ഒരു തവണ ജോധ മുഗൾ വംശത്തിന്റെ റാണിയായി മാറിയാൽ അമീറിന്റെ സ്ഥാനം തന്നെ മറ്റൊന്നായി തീരുന്നതാണ്. ഏറ്റവും ഉന്നതിയിലെത്തും. പിന്നെ മുഗളന്മാരുമായുള്ള ബന്ധത്തിന്റെ കാര്യം, സൗഹൃദം എന്നതാണ് ഏറ്റവും ശക്തമായ ബന്ധം. മുഗളനായ എന്നോട് ബന്ധം സ്ഥാപിക്കാമെങ്കിൽ പിന്നെ ഷഹൻഷായുമായി എന്തുകൊണ്ട് സാധിക്കില്ല? അങ്ങ് എന്തു പറഞ്ഞാലും ചുപ്തായ് ഖാൻ, നാം രാജാവെന്നതിലുപരി ഒരു രജപുത്രനാണ്. നാം രജപുത്രരുടെ അഭിമാനത്തിന് കോട്ടം വരുത്താൻ പാടില്ല. അല്ലയോ അമ്മേ ഭഗവതി, അവിടുന്ന് എന്തിനു വേണ്ടിയാണ് നമ്മെ സങ്കടപ്പെടുത്തുന്നത്? പുതിയ പുതിയ പ്രശ്നങ്ങളിലൂടെയാണ് പുതിയ പുതിയ മാർഗങ്ങളും ഉണ്ടാകുന്നത് രാജൻ. ഒരു രാജാവിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അങ്ങൊരു അച്ഛനായി നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഒരു രാജാവായി തന്നെ ചിന്തിക്കൂ. പരിഹാരം മുമ്പിലേക്ക് എത്തുന്നതാണ്. അങ്ങ് എന്ത് തീരുമാനമെടുത്താലും ആദ്യം രാജാവായി, പിന്നെ പിതാവായി ചിന്തിക്കൂ. ആദ്യം അമീറിനെ കുറിച്ച് ചിന്തിക്കൂ, അത് കഴിഞ്ഞ് നമ്മളെ കുറിച്ചും. എനിക്ക് തോന്നുന്നത് ഷഹൻഷാ പറഞ്ഞതാണ് ശരി. നിക്കാഹിന്റെ യാതൊരു ആവശ്യവുമില്ല. അമീർ അങ്ങയുടെ അധീനതയിലാണ്. അങ്ങേക്ക് ആരെ വേണമെങ്കിലും അങ്ങയുടെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പ്രഭു, യുദ്ധത്തിൽ നാം ഭാർമലിനെ തോൽപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തം ബന്ധുവാക്കി ശക്തി പകരേണ്ട കാര്യമൊന്നുമില്ല.
പ്രഭു, നാം രാജന്റെ മനസ്സ് മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹം അങ്ങയോട് ചിലത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. തീരുമാനം ഷഹൻഷായുടെ കൈകളിലാണ്, അങ്ങയുടേതല്ല. ആദ്യം ഷഹൻഷാ ചിലത് പറയുന്നതാണ്. ഇക്കാര്യത്തിൽ നാം നമ്മുടെ ഉപദേശകരുമായി സംസാരിച്ചു. ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഇതേക്കുറിച്ച് നടന്നു. നാം ഈ ബന്ധം സ്ഥാപിക്കണമോ വേണ്ടയോ എന്നതിൽ. എന്നാൽ നാം തീരുമാനിച്ചു കഴിഞ്ഞു. നാം ജോതയെ നിക്കാഹ് ചെയ്യണ്ട എന്ന്. ഒരിക്കലും പറയില്ലെന്ന്. നമുക്ക് ഈ ബന്ധത്തിന് സമ്മതമാണ്. ഇനി അങ്ങേക്ക് തീരുമാനിക്കാം. നമ്മുടെ തീരുമാനവും അതുതന്നെയാണ്. മാതാവ് ഭവാനിക്ക് മാത്രമേ അറിയൂ ഈ തീരുമാനം നാം ഭയന്നെടുത്തതല്ല എന്ന്. പകരം അമീറിന്റെ പ്രജകളുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന്. അങ്ങൊരു നല്ല രാജാവാണെന്നതിന് തെളിവ് നൽകിയിരിക്കുന്നു. ഇനി നാം അങ്ങേക്ക് നാം ഒരു നല്ല ബന്ധുവായിരിക്കും എന്നതിന് തെളിവ് നൽകും. ബാർബൽ രാജൻ നമ്മുടെ ബന്ധുവാകാൻ പോവുകയാണ്. നാം ആഗ്രഹിക്കുന്നു ഇദ്ദേഹത്തിന് എല്ലാ ബഹുമാനവും നൽകി മടക്കി അയക്കണമെന്ന്. ശരി പ്രഭു. മാത്രമല്ല, ഷറഫുദ്ദീൻ ഇങ്ങനെ സന്ദേശം നൽകണം: അദ്ദേഹം അമീറിലെ രാജകുമാരന്മാരെ നമ്മുടെ അടുത്ത് എത്തിക്കണമെന്ന്. ശരി. നമുക്കും നമ്മുടെ ഭാവിയിൽ ബന്ധുക്കളാകാൻ പോകുന്നവരെ കാണണമെന്നുണ്ട്. ഭയപ്പെടാതിരിക്കൂ രാജൻ. തടവ് പുള്ളികളായിട്ടല്ല, നമ്മുടെ അതിഥികളായിട്ടാണ് വരിക. ഇപ്പോൾ അമീർ പൂർണ്ണമായും സുരക്ഷിതരാണ്. അവിടുത്തെ രാജകുമാരന്മാരും. ഒരു രാജാവ് എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയാണ് അങ്ങ് ചെയ്തത്. രാജാവ് തന്റെ കർത്തവ്യം നിറവേറ്റി. പക്ഷേ നാം ചിന്തിക്കുകയാണ്, ഒരു പിതാവ് എങ്ങനെയാണ് ജോധായെ കാണുക? എന്ത് മുഖത്തോടെ അവളെ നോക്കും? എന്താണ് അവളോട് പറയുക? ഏത് ജലാലിനെയാണോ അവൾ ഇത്രത്തോളം വെറുക്കുന്നത്? നാം അയാളുമായിട്ടാണ് ബന്ധം ഉറപ്പിച്ചിരിക്കുന്നത്. അമീറിനെ രക്ഷിച്ചുകൊണ്ടാണ് അങ്ങ് മടങ്ങി വന്നിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ജോധയെ അങ്ങയോട് ഈ മാർഗം ഉപദേശിച്ചതിനു പിന്നിൽ എന്റെ ഉദ്ദേശം അമീറിനോടൊപ്പം ജോധയുടെ സുരക്ഷിതത്വം കൂടിയായിരുന്നു. ഷറഫുദ്ദീന്റെ ഉദ്ദേശം ശരിയായിട്ടുള്ളതല്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എല്ലാ മാസവും നിബന്ധനകൾ വർദ്ധിപ്പിക്കുന്നത് എന്തിനാണ്? വാക്ക് പാലിക്കാത്തത് എന്താണ്? വാക്ക് പാലിക്കാതിരുന്നാൽ എല്ലാവരും അങ്ങേക്കെതിരാവുന്നതാണ്. ജലാലുദ്ദീന്റെ ഉത്തരവിനെതിരായി ആരും തന്നെ പോകുന്നതല്ല. പിന്നെ ചുപ്തായ് ഖാൻ, അമീറിന്റെ ശരിയായ ഖജനാവിൽ നാം ഇതുവരെ സ്പർശിച്ചിട്ട് പോലുമില്ല. ജോധ. ഷറഫുദ്ദീന്റെ ലക്ഷ്യം ജോധയായിരുന്നു. ഇനി ഒരിക്കലും അയാളുടെ ദൃഷ്ടി അവളിൽ പതിക്കില്ല. കാരണം ഷഹൻഷാ നേരിട്ട് ജോധയുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പ്രഭു. ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നാം എന്തുകൊണ്ടാണ് ജോധയുമായുള്ള ബന്ധത്തിന് സമ്മതം മൂളിയത്? ഇതല്ലേ അങ്ങേക്ക് അറിയേണ്ടത്. ഇക്കാര്യത്തിന് ഒന്നല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യത്തേത്, അഥവാ നാം ജോധയെ നിർബന്ധപൂർവ്വം നമ്മുടെ അന്തഃപുരത്തിൽ കൊണ്ടുപോയാൽ നാം രാജാക്കന്മാരുടെ കണ്ണിൽ വീണ്ടും തരം താഴുന്നതാണ്. പിന്നെ ജീവിതകാലം മുഴുവൻ രജപുത്രരെല്ലാം നമ്മുടെ ശത്രുക്കളായി മാറുന്നതാണ്. എന്നാൽ നാം അവളെ നിക്കാഹ് കഴിച്ചാൽ ഇതേ രാജാക്കന്മാർ നമ്മെ അവരുടെ ശിരസിലേറ്റി നടക്കുന്നതാണ്. മറ്റൊരു കാരണം, ഒരു ഷഹൻഷാ എന്ന നിലയിൽ നമ്മുടെ കടമയാണ് നമ്മുടെ ആധിപത്യം എപ്പോഴും ഉയർന്നു നിൽക്കേണ്ടത്. അഥവാ നാം ഈ രാജാക്കന്മാരുമായി കൈകോർത്താൽ ഉറപ്പായും നമ്മുടെ ആധിപത്യം ഉയരുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്. മൂന്നാമത്തെ മാർഗം, ഈ രജപുത്രർ പോരാടാനും നേടാനുമാണ് ആഗ്രഹിക്കുന്നത്. അഥവാ ഈ നിക്കാഹ് നടന്നാൽ മുഗളന്മാരുടെ സൈന്യത്തിൽ ഇനിയും അധികം സൈനികർ ഉണ്ടാകുന്നതാണ്. അവർ നമ്മളോട് പോരാടുന്നതിലും ഭേദമാണ് അവർ നമുക്ക് വേണ്ടി പോരാടുന്നത്.
സുബ്ഹാനല്ല, സുബ്ഹാനല്ല. സ്വന്തം ഖാൻ ബാബയുടെ ഉപദേശമെല്ലാം അങ്ങ് നന്നായി ഓർമ്മിക്കുന്നുണ്ട് പ്രഭു. നമുക്ക് വിശ്വാസമായിരിക്കുന്നു അങ്ങ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ചിന്തിച്ചുറപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. വളരെ വിദൂരത്തിൽ അങ്ങ് ചിന്തിച്ചിരിക്കുകയാണ് പ്രഭു. എവിടേക്കാ പോയത്? ഇതുവരെ തിരികെ വന്നില്ലല്ലോ. ആരെ കാണാനാ പോയത്? വിഷമിക്കാതിരിക്കൂ അമ്മേ. അച്ഛൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനായി പോയതാകും. അദ്ദേഹം വന്നോളും. നോക്കൂ, സേനാപതിയോട് പറഞ്ഞ് സൈന്യത്തിന്റെ ഒരു ഭാഗം തയ്യാറാക്കാൻ പറയൂ. പിതാശ്രീ അന്വേഷിച്ച് തീർച്ചയായും നാം തന്നെ പോകുന്നതാണ്. ഞാനും അങ്ങയോടൊപ്പം വരുന്നു അച്ഛാ. കുമാര മാൻസിംഗ്, ഇപ്പോൾ നീ വളരെ കുട്ടിയാണ്. സൈന്യത്തോടൊപ്പം പോകാനുള്ള ക്ഷമത നിനക്കായിട്ടില്ല. ചെറിയമ്മേ, അച്ഛൻ പറയുന്നത് വീരന്മാരുടെ പ്രായമല്ല പ്രധാനമെന്നാണ്, അവരുടെ ധീരതയാണ് പ്രധാനമെന്ന്. നാം വളരെ ധീരനാണ്. അമീറിന്റെ രാജാവ്, രാജകുലത്തിന്റെ അഭിമാനം, മഹാരാജാവ് ഭാർമൽ എഴുന്നള്ളിയിരിക്കുന്നു. പിതാശ്രീ, നാം പറഞ്ഞില്ലേ അമ്മേ, പിതാശ്രീ ഉടനെ വരുമെന്ന്. കണ്ടോളൂ, 3 സഹോദരന്മാരും ഒപ്പം ഉണ്ടാകും. നമുക്കറിയാം നിങ്ങളുടെ കണ്ണുകൾ ആരെയാണ് തിരിയുന്നതെന്ന്. വിഷമിക്കാതിരിക്കൂ. നമ്മുടെ 3 മക്കളും സുരക്ഷിതരാണ്. അവരെവിടെയാണിപ്പോ? അങ്ങയുടെ കൂടെ മടങ്ങി വന്നില്ലല്ലോ.